ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വൈജയന്തി ബാലചന്ദ്രനോടും അലീനയോടും പിണങ്ങി കൊല്ലപ്പിള്ളിയിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് അമ്മയെ കാണാൻ റൂമിലേക്ക് ചെല്ലുന്നു. ഞാൻ കാറിന്റെ ശബ്ദം കേട്ടപ്പോൾ ആരാണാവോ എന്ന് കരുതി. നീ ബാലചന്ദ്രന്റെ കാറിലാണോ വന്നത്? വൈജയന്തി പറയുന്നു, അല്ലമ്മേ, അതൊരു ടാക്സിയാണ്. നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്, നടക്കാറായോ? വൈജയന്തി പറയുന്നു, ഒന്നും ശരിയായിട്ടില്ല. ഇപ്പോഴും കാലിൽ നീരാണ്. കാലിലെല്ലാം കമ്പിയിട്ടിരിക്കുകയാണ്. അമ്മ പറയുന്നു, ഓരോരോ കഷ്ടകാലങ്ങളെ. ഈ കഷ്ടകാലം മനു കൊണ്ടുവന്നതാണ്. അലീനയാണ് ആ കഷ്ടകാലം. എന്നെ ഇവിടെ എത്തിച്ചതും കാർ ആക്സിഡന്റ് വന്നതും എന്റെ കുടുംബം തകർന്നതും എല്ലാം അവൾ കാരണമാണ്. അമ്മ പറയുന്നു, എല്ലാത്തിനും കാരണം നീ തന്നെയാണ്. നീ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അത് തന്നെയാണ് നിന്റെ ജീവിതം തകരാൻ കാരണം. നിനക്ക് ആരെയും പേടിയില്ല, ദൈവത്തിനെ പോലും. വൈജയന്തി പറയുന്നു, ഞാൻ ചെയ്ത തെറ്റെന്താ? ഒരു വേലക്കാരിയെ വേണ്ട, പറഞ്ഞു വിടാൻ പറഞ്ഞു. ഇനി ഞാൻ കോടതിയിലോട്ട് പോകാൻ തീരുമാനിച്ചു. വേറെ ഒരു വഴിയുമില്ല. അമ്മ പറയുന്നു, നിനക്ക് ദൈവം നല്ല ബുദ്ധി തരട്ടെ. നീയിപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നതാണോ? വൈജയന്തി പറയുന്നു, ഞാൻ വീട് വിട്ടിറങ്ങി വന്നതാണ്. ഇത്രയും ദിവസം ഒരു പട്ടിയെപ്പോലെ ഞാനവിടെ കിടന്നു. ബാലചന്ദ്രൻ തിരിഞ്ഞുപോലും നോക്കിയില്ല. ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല. എന്റെ ജീവൻ പോയാലും ഞാൻ തോറ്റുകൊടുക്കില്ല എന്ന് പറഞ്ഞ് വൈജയന്തി പോകുന്നു. അടുത്തതായി കാണിക്കുന്നത് കമലയെയാണ്. കമല ശിവേട്ടനോട് വന്ന് പരാതി പറയുകയാണ്. അവളെന്തിനാ ഇങ്ങോട്ട് വന്നത്? അവളുടെ വാടക വീട്ടിലേക്ക് പോകാമായിരുന്നില്ലേ? അപ്പോൾ ശിവൻ പറയുന്നു, അവൾ ഇവിടെ 56 വർഷമൊന്നും താമസിക്കാൻ പോകുന്നില്ല. കുറച്ചു കഴിഞ്ഞാൽ വാടക വീട്ടിലേക്ക് മാറിക്കോളും. നീയാണെങ്കിലും ഇവിടെ നിന്ന് വീട് വിട്ടിറങ്ങിയാൽ നിന്റെ വീട്ടിലേക്കല്ലേ പോകുള്ളൂ, അല്ലാതെ പള്ളിയിലേക്ക് പോകുമോ? കമല പറയുന്നു, ഇനി അവൾക്കും കൂടി ഞാൻ വെച്ച് വിളമ്പി കൊടുക്കണം. ഒരു കൈ സഹായിക്കില്ല. ശിവൻ പറയുന്നു, ഒരാൾക്കും കൂടെ കൂടുതൽ വെക്കണമെന്നല്ലേ ഉള്ളൂ. ഇതൊരു പണിയാണോ? അവൾ വന്നതും രഞ്ജുവിന്റെ റൂം കൈയടക്കി. ശിവൻ പറയുന്നു, അത് സാരമില്ല. രഞ്ജുവിന് ഹരിയുടെ റൂം കൊടുക്ക്. ഇതൊന്നും വലിയ വിഷയമായി എടുക്കണ്ട, വിട്ടേക്ക് എന്ന് പറഞ്ഞ് ശിവൻ പോകുന്നു. അടുത്തതായി കാണിക്കുന്നത് ബബിതയാണ്. ബബിത രോഹിത്തിനെയും അലീനയെയും കാത്തു നിൽക്കുകയാണ്. അലീനയും രോഹിത്തും ഓട്ടോയിൽ വന്നിറങ്ങുന്നു. അലീന കയറി ചെല്ലുമ്പോൾ ബബിതയുടെ മുഖത്ത് ഒരു ശോകമുണ്ട്. അലീന ചോദിക്കുന്നു, എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബബിത പറയുന്നു, അമ്മ വീട് വിട്ട് ഇറങ്ങിപ്പോയി. പെട്ടിയും സാധനങ്ങളും എല്ലാം എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. രോഹിത്ത് സന്തോഷത്തോടെയാണ് കയറി വരുന്നത്. ഇതു കേൾക്കുന്ന രോഹിത്ത് പറയുന്നു, ഈ അമ്മ എന്ത് പണിയ ചെയ്യുന്നേ? ആരോടും പറയാതെ ഇറങ്ങി പോവുകയാണോ? എന്റെ ഉള്ള സന്തോഷമെല്ലാം പോയി. അലീന പറയുന്നു, നമുക്ക് എല്ലാവർക്കും കൂടി കൊല്ലപ്പിള്ളിയിലേക്ക് പോകാം. ബബിത ചോദിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യാനാ? നമുക്കും അവിടെ താമസിക്കാം. അമ്മ വന്നാലേ തിരിച്ചു പോകൂ എന്ന് പറയാം. ബബിത പറയുന്നു, എനിക്ക് തോന്നുന്നില്ല അമ്മ കൂടെ പോരും എന്ന്. അലീന പറയുന്നു, ഞാൻ അച്ഛനെ വിളിച്ചു പറയാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇത് പറഞ്ഞ് അലീന അകത്തേക്ക് പോകുന്നു. അലീനയും ബബിതയും കൃഷ്ണയും കൊല്ലപ്പിള്ളിയിലേക്ക് പോകാൻ റെഡിയായി നിൽക്കാണ്. രോഹിത്തും റെഡിയായി വരുന്നു. കൃഷ്ണ അലീനയോട് ചോദിക്കുന്നു, അവിടെ ചെന്നിട്ട് എന്താ പ്ലാൻ? അലീന പറയുന്നു, സമരം. ഞങ്ങളുടെ അമ്മയെ വിട്ടുതരാൻ പറഞ്ഞ് സമരം ചെയ്യുന്നു. രോഹിത്ത് പറയുന്നു, കാറ് ഇപ്പോൾ വരും, നമുക്ക് ഇറങ്ങാം. കാറ് കൊല്ലപ്പിള്ളിയിലെ വീട്ടിലെത്തുന്നു. കാറിൽ വച്ച് രോഹിത്ത് പറയുന്നു, എന്തൊക്കെ ആയാലും നമ്മൾ അമ്മയെ കൊണ്ടേ പോകാവൂ. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ അമ്മയ്ക്ക് വേറെ വഴിയുണ്ടാകില്ല. എല്ലാവരും റെഡിയല്ലേ? ഇറങ്ങിക്കോ. കാറിറങ്ങി രോഹിത്തും ബബിതയും മുന്നേ നടക്കുന്നു. പിന്നിൽ നടക്കുന്ന അലീനയെ കൃഷ്ണ കൂട്ടിക്കൊണ്ടുവരുന്നു. ബെല്ലടിക്കുമ്പോൾ വന്ന് വാതിൽ തുറക്കുന്നത് മനുവിന്റെ സഹോദരിയാണ്. മനുവിനെ വിളിക്കുന്നു. മനു എല്ലാവരെയും കണ്ട് അമ്പരപ്പോടെയാണ് പുറത്തേക്ക് വരുന്നത്. എന്താ എല്ലാവരും കൂടി? രോഹിത്ത് പറയുന്നു, ഞങ്ങൾ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ്. മനു എല്ലാവരെയും അകത്തേക്ക് ക്ഷണിക്കുന്നു. അകത്തേക്ക് വരുമ്പോൾ വൈജയന്തിയെ കാണുന്നു. അലീനയെ കാണുന്ന വൈജയന്തിയുടെ മുഖത്ത് ദേഷ്യം വരുന്നുണ്ട്. വൈജയന്തി ചോദിക്കുന്നു, എന്താ എല്ലാവരും കൂടി? ഇവിടെ എന്താ, വല്ല കല്യാണമുണ്ടോ? ബബിത പറയുന്നു, ഞങ്ങൾ അമ്മയെ കാണാൻ വന്നതാണ്. എന്തിനാ എന്നെ കാണാൻ വരുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോന്നത്, ചാടി പോന്നതല്ലല്ലോ. രോഹിത്ത് പറയുന്നു, എന്നെ കോളേജിൽ തിരിച്ചെടുത്തു. ഇത് പറയാൻ വേണ്ടി വന്നപ്പോൾ അമ്മയില്ല. അമ്മ എന്തിനാ അവിടുന്ന് കടന്നു കളഞ്ഞത്? വൈജയന്തി പറയുന്നു, ഞാനെന്നെ സ്വന്തം വീട്ടിലേക്ക് പോയത് എങ്ങനെ കടന്നു കളയലാകും? ബബിത പറയുന്നു, ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം ശരിയായി വരുന്നുണ്ട്, അതിനിടയിലാണ് അമ്മ ഇറങ്ങി പോന്നത്. വീട്ടിലെ കാര്യങ്ങൾ ശരിയാകണമെങ്കിൽ നിങ്ങളുടെ അച്ഛൻ വിചാരിക്കണം. ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വരണമെങ്കിൽ ബാലചന്ദ്രൻ വന്ന് എന്നെ ക്ഷമ പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകണം. അതുമാത്രമല്ല, അലീന എന്ന് പറയുന്നവളെ അവിടെ നിന്ന് ഇറക്കിവിടുകയും വേണം.